വർഷം അവർ നടത്തുന്നത്. 24 പേരെ കൊടുത്തത് വളരെ സന്തോഷമുണ്ട്. 24 പേര് നമ്മുടെ സഭയിൽ തന്നെ പേര് കൊടുത്തിട്ടുണ്ട്. അത് എഴുതാൻ പറ്റുന്നവർക്ക് ഒന്ന് വീണ്ടും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മലയാളത്തിലും കാണും, ഇംഗ്ലീഷിലും കാണും, പറഞ്ഞാൽ മതി. നമുക്ക് ആ പഴയ സദസ്യവാക്യങ്ങളിൽ നിന്നായിരിക്കും. അത് നല്ലതായിരിക്കും. നമുക്ക് അത് ദൈവവചനം വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും ഇങ്ങനെ ഒരു സന്ദർഭങ്ങൾ ദൈവം തരുന്നത് ഓർത്ത് നമുക്കത് ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. അതിന് നോട്ടീസസുകളുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ ആഴ്ചകൾ മുമ്പ് ഒരു ഭാഗത്തിൽ നിന്ന് ഞങ്ങൾ 7 സഭകളെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയ 7 സഭകളെക്കുറിച്ച് നമ്മൾ കർത്താവ് എഴുതിയ കർത്താവ് യോഹന്നാൻ അപ്പോസ്തലൻ മുഖാന്തരം എഴുതിയ ആ ലേഖനങ്ങളെക്കുറിച്ച് ആ എഴുത്തുകളെക്കുറിച്ച് നമ്മൾ ഉണ്ടായി. അതിൻ്റെ 3 സഭകളെ അന്ന് നമ്മൾ കേന്ദ്രീകരിച്ച് ചിന്തിക്കാൻ സമയമെടുത്തു. ഇപ്പോഴും സമയം കടന്നുപോയി, ഒത്തിരി സമയം ബാക്കിയില്ല. എങ്കിലും കൂടെ ഞാൻ 3 സഭകളിൽ എടുത്ത് ബാക്കിയുള്ളത് ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 3 എഫെസസ് സഭയും സ്മിർന സഭയെ കുറിച്ചും പെർഗമോസിനെയും നമ്മൾ നമ്മൾ പോവുകയുണ്ടായി. അവിടെ വളരെ കാതലായ ആശയങ്ങൾ ആ പ്രദേശങ്ങൾക്ക് കർത്താവ് യോഹന്നാൻ സ്നാപകൻ മുഖാന്തരം വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്ക് എഴുതിയ എഴുത്തെന്ന് പറയുമ്പോൾ അവസാനം ഓരോ എഴുത്തിൻ്റെ അവസാനം പറയുന്നത് ആത്മാവ് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ എച്ചരിക്കകൾ, കോഷൻസ്, വാർണിങ്സ് നമ്മൾക്ക് എത്ര അധികം നമ്മൾക്ക് ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഈ ദൈവത്തിൻ്റെ ശ്വാസമായ ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത് പോലെ തന്നെ നമ്മളത് വിട്ടു പോകരുത്. നമ്മൾ അതിനകത്ത് വീഴ്ച സംഭവിക്കരുത്. ദൈവം നമ്മുടെ നന്മ മാത്രം കരുതി ഈ വചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളത് വചനം വായിക്കുകയും ധ്യാനിക്കുകയും അത് അനുസരിക്കുകയും ചെയ്തതിൻ്റെ എത്ര ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ള കാര്യമാണ്, നമ്മൾ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാകാതെ പോകരുത്. അതുപോലെ തന്നെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഇനി വരാനുള്ളതും ഉള്ള കാര്യങ്ങളാണ് ഈ 7 സഭകൾക്ക് എഴുത്തായിട്ട് പരിശുദ്ധാത്മാവ് എഴുതി നമുക്ക് ആ സഭകൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതായിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ തന്നിരിക്കുന്നത്. ഈ 7 എഴുത്തുകൾ എന്ന് പറയുമ്പോൾ, 7 സഭകൾ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ ശരിക്കും ഫിസിക്കലായിട്ടുണ്ടായിരുന്ന 7 സഭകളാണ് എഴുതി തന്നിരിക്കുന്നത്. എഫെസസ് എന്ന് പറഞ്ഞാൽ അവിടെ സഭ ഉണ്ടായിരുന്നു, സ്മിർനയിലും സഭയുണ്ടായിരുന്നു, പെർഗമസിലും സഭയുണ്ടായിരുന്നു. അപ്പോൾ 7 സഭകൾ തിരഞ്ഞെടുത്ത് അവിടെ പല വേറെയും സഭകൾ ഉണ്ടെങ്കിലും കൂടെ ആ ഏഷ്യ മൈനറിൻ്റെ പ്രദേശങ്ങളിൽ നടന്ന 7 സഭകളെ തിരഞ്ഞെടുത്ത് ആ എഴുത്ത് അവർക്ക് വേണ്ടി എഴുതിയതുപോലെയും അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഭകളായിരുന്നു. മാത്രമല്ല, നമ്മൾ കാലാകാലങ്ങൾക്ക് നമ്മുടെ സഭകളിൽ എന്തെല്ലാം സംഭവിക്കുമോ, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തെല്ലാം സംഭവിക്കുമോ, അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ, അതൊക്കെയും കൂടെ ഈ സഭകളിൽ എഴുതിയിരിക്കുന്ന എഴുത്തിൻ്റെ മുഖാന്തരം ഉദ്ദേശമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭാത്തിൻ്റെ ചരിത്രത്തിലെ വിശേഷങ്ങളും മാത്രമല്ല കാലാകാലങ്ങളിൽ ഹിസ്റ്റോറിക്കലായിട്ട് നടക്കാൻ പോകുന്ന സഭയിൽ വരാൻ പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും കൂടെ ഈ സഭകൾ ഈ എഴുത്തുകളിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും അപ്പോൾ നമുക്ക് ഇത് വായിച്ചു വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഈ സഭയ്ക്ക് എഴുതിയ എഴുത്തിന് എന്തെല്ലാം ആശയങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ അതുപോലെ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് മുന്നേ പോയി നമുക്കിത് പ്രവചനമായിട്ട് എഴുതി തന്നിരിക്കുന്ന ഈ കോഷൻ, ഈ എഴുത്ത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ വായിച്ചും പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതിനകത്തുള്ള ആശയങ്ങൾ ഒന്നും വിട്ടുപോകാതെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഉൾക്കൊള്ളേണ്ട സഭയുടെ ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന ഓരോ വ്യത്യാസങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി തന്നിട്ടുണ്ട്. ഈ എഴുത്തുകൾ 7 സഭകളിൽ 2 സഭകളിൽ മാത്രമേ അവിടെ നീ മാനസാന്തര പഠനമെന്ന് എടുത്ത് പറയാത്തത്. ബാക്കി 5 സഭകളിലെയും കുറിച്ച് അവിടെ പറഞ്ഞിരിക്കും നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ പോകുന്ന പോക്ക് ശരിയല്ല എന്ന് നേരത്തെ തന്നെ അവർ വാൺ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ആയി തീരും എന്നെല്ലാം ആ കാര്യങ്ങൾ അവിടെ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ മാനസാന്തര പഠനമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര അധികം നമ്മളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം പല സമയത്തും ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? സഭകള് ഇല്ലായ്മയായിപ്പോയി. ഈ എഫെസസ് എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോൾ അതിൻ്റെ ആ സ്ഥലത്ത് ഇപ്പോൾ
ടർക്കി, അവിടെ മുസ്ലിം രാജ്യമായി. ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഇപ്പൊ മുസ്ലിം രാജ്യമായി മാറിത്തീരിക്കുക. അവിടുത്തെ സഭകളൊന്നും ഇല്ല. സ്മിർന എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ സഭ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ബാക്കി സ്ഥലങ്ങളിൽ എഫെസസ് പറഞ്ഞാൽ അപ്പോസ്തലന്മാരെ പണ്ട് വളരെ പ്രവർത്തിച്ച ഒരു സ്ഥലമാണ്. എത്ര പൗലോസ് അപ്പോസ്തലൻ പോയിട്ടുണ്ട്, തിമോത്തി പോയിട്ടുണ്ട്, യോഹന്നാൻ അപ്പോസ്തലൻ പിന്നീട് അവിടെ പോയിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എപ്പാഫ്രസ് അവിടെ ഉണ്ടായിരുന്നു. ഇത്ര സഹോദരന്മാര്, അക്വിലായും പ്രിസ്കില്ലയും അവിടെ പോയിട്ടുണ്ട്, അപ്പോളോ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയും ആൾക്കാർ അവിടെ പ്രവർത്തിച്ച സഭ എഫെസസ്. ഇപ്പൊ അവിടെ ഒരു സഭയേ ഇല്ല. അത്ര പ്രവർത്തിച്ച് അവരെക്കുറിച്ച് അവിടെ എന്തോ പറഞ്ഞ കുറ്റം, അവരെല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് നമുക്ക് വായിക്കാൻ സമയമില്ല, നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് ധ്യാനിച്ച് വായിക്കണം. ഇത് അവിടെ പറഞ്ഞിരിക്കുന്ന അവർക്കൂടെ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. തീക്ഷ്ണതയുണ്ട്, നിങ്ങളുടെ പ്രവർത്തനമുണ്ട്, നിങ്ങൾക്ക് ത്യാഗമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഇല്ലാതെ പോയി, ആദ്യ സ്നേഹം. അപ്പൊ നമ്മൾ വളരെ തീക്ഷ്ണതയുള്ളവരായിട്ട് വളരെ ത്യാഗപൂർവമായിട്ട് ചെയ്യുന്ന ദൈവ പ്രവർത്തനങ്ങളെല്ലാം അത് നല്ല കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും നിൽക്കുകയും ഒരു കോംപ്രമൈസ് ഇല്ലാതെ ജീവിക്കാൻ കൂടെ നമുക്ക് സാധിക്കും. അതേ രീതിയിൽ തീക്ഷ്ണതയുള്ളവരായിട്ടുള്ള നമുക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം, നമ്മളൊക്കെയും ഇതിൻ്റെ പിന്നിൽ ദൈവത്തെ ആദ്യ ആ സ്നേഹം നമ്മൾ നിർബന്ധിക്കും. നമുക്കൊക്കെയും സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു പോകാം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. നമ്മളെല്ലാം നമ്മുടെ പിതാക്കന്മാർ, ഇവരുടെ തൊട്ട് മുൻപുള്ള പിതാക്കന്മാർ ചെയ്ത പ്രവർത്തനങ്ങളും കേട്ട സന്ദേശങ്ങളും പ്രമാണങ്ങളും ഒക്കെ അത് ആദരിച്ചു വന്ന ഒരു സഭയാണ്. അവിടെ അപ്പോസ്തലൻ എന്ന് പറയുന്ന വ്യക്തി അവർ ടെസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. ആ ടെസ്റ്റ് ചെയ്തിട്ടും അവർ ശരിയല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് പുറത്താക്കി എന്നുള്ളൊരു സഭയാണ്. അത്ര കൃത്യനിഷ്ഠമായിട്ട് ചെയ്ത സഭകളിൽ കർത്താവ് പറഞ്ഞ് നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുക. നീ അത് ശരിയാക്കിയില്ലെങ്കിൽ നിന്റെ ഈ വിളക്ക് ഇവിടുന്ന് മാറ്റും. കർത്താവ് ഇത്രയും കാര്യങ്ങൾ ശരിയായിട്ടും ആ സ്നേഹം അവിടെ ഇല്ലെങ്കിൽ ഈ വിളക്ക് മാറ്റും, ഈ സഭയോട് മാറ്റുന്ന കർത്താവ് പറഞ്ഞത്. എന്തൊരു പ്രിയപ്പെട്ട നമ്മളെല്ലാം ആ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തതുകൊണ്ട് അവർക്ക് നമ്മളുടെ എല്ലാം കാര്യങ്ങളൊന്നും ഓർത്തു പോകണം. നമ്മളൊക്കെയും ചെയ്യുന്നതൊക്കെയും ഏതാ നമ്മളെ നിർബന്ധിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകുകയാണ് ചെയ്തത്. നമുക്ക് നമ്മൾ ആരാധന മീറ്റിങ്ങിൽ വരുന്നു, നമ്മൾ ബൈബിൾ സ്റ്റഡിക്ക് വരുന്നുണ്ട്, പ്രാർത്ഥന യോഗങ്ങളിൽ വരുന്നു. ഇതൊക്കെ നമ്മളെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കർത്താവിനുള്ള ആദ്യ സ്നേഹമാണോ, കർത്താവിലുള്ള പൂർണ്ണ സ്നേഹമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ അവിടെ വിടുക, നമുക്ക് സമയമില്ലല്ലോ. രണ്ടാമത്തെ സ്മിർന സഭയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപദ്രവങ്ങളിൽ കൂടെ കടന്നുപോയ. അപ്പൊ ആദ്യത്തെ സ്നേഹത്തിന്റെ സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 33 AD തൊട്ട് 100 AD എന്നൊരു വിലയിരുത്തൽ അവിടെ ഒരു സഭാ പണ്ഡിതന്മാരത് മനസ്സിലാക്കാൻ പ്രവചനമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വഭാവവിശേഷതയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാലങ്ങളായിട്ട് 7 സഭകളെ 7 സമയങ്ങളായിട്ടും കൂടെ തിരിച്ചിട്ടുണ്ട്. ആ 3 കഴിഞ്ഞിട്ട് 4, 5, 6, 7 സഭകൾക്ക് എഴുത്തിന്റെ അകത്ത് ഒരു ആശയം കൂടെ ഉണ്ട്. അത് അവസാനം വരെ ആ സ്വഭാവവിശേഷതകൾ അത് കാണുന്നുകൂടെ ഈ തിയേറ്റർ സഭ മാത്ര, സാർദിസ് സഭ, ഫിലദൽഫിയ സഭ, പിന്നെ ലവോദിക്ക സഭയിലുള്ള സ്വഭാവങ്ങൾ, ആ എഴുത്തിന്റെ സ്വഭാവങ്ങൾ അവസാനം വരെ അത് നിൽക്കാനുള്ള ആ സ്വഭാവവിശേഷതകൾ കാണുമെന്നുകൂടെ ഒരു സൂചന നമുക്ക് അവിടെ വചനത്തെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യത്തെ 3 സഭകളും പല കാലഘട്ടങ്ങളുമായിട്ടും കൂടെ അവിടെ ഉണ്ടായതായിട്ടും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ എഫെസസ് സഭ 33 AD തൊട്ട് 100 AD വരെ ആ സ്വഭാവവിശേഷത നമുക്ക് സഭയെക്കുറിച്ച് മൊത്തമായിട്ടുള്ള സഭകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. രണ്ടാമത്തെ സ്മിർന സഭയുടെ 101 AD തൊട്ട് 312 AD വരെ ആ സഭാ ചരിത്രത്തിൽ വേണേ നമുക്ക് ഉൾക്കൊള്ളാം. സ്മിർന സഭയെക്കുറിച്ച് പറയുന്നത് വളരെ ഉപദ്രവങ്ങൾ കൂടെ കടന്നുപോയ സഭ. ബട്ട് അവരെക്കുറിച്ച് ഒരു കുറ്റം കൂടെ പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കണേ, സഭ ഉപദ്രവങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥമായിട്ടൊരു ടെസ്റ്റ് അവിടെ സംഭവിക്കുന്നത്. വിശ്വാസത്തിന്റെ ശോധനയുടെ സമയങ്ങളാണ്. ആ വിശ്വാസത്തിന്റെ ശോധനയുടെ സമയത്ത് നമ്മൾ പിടിച്ചു നിന്നാൽ നമ്മൾ എന്തുവാന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥമായിട്ടുള്ള വിശ്വാസിയാണ് നമ്മൾ. പല സമയങ്ങളിൽ വിശ്വാസികളെ നമുക്ക് നന്മ മാത്രം നമ്മൾ ലഭിച്ചുകൊണ്ട് വരുമ്പോൾ ചില പ്രയാസങ്ങൾ വരുമ്പോൾ ഉടനെ നമ്മൾ ക്ഷീണിച്ചു പോകുന്ന ഒരു സ്വഭാവമുണ്ട്. വിശ്വാസികളെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ
പൂർണ്ണമായിട്ട് അനുസരിച്ച് മനസ്സിലാക്കി വിശ്വാസത്തിൽ മുന്നോട്ട് പോയ കർത്താവ് നമ്മളെ നയിക്കുന്ന കർത്താവ്, നമ്മളെ രക്ഷിച്ച കർത്താവ് നമ്മൾ അവസാനത്തോളം കൂടെ ഉണ്ട്. ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകാൻ ഞങ്ങൾക്ക് ഈ കർത്താവ് നയിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ പോകുന്ന ഒരു വിശ്വാസക്കൂട്ടമാണ് നമ്മൾ. പ്രതിസന്ധിയിൽ വന്നാൽ ഉടനെ അത് മാറ്റിക്കളയണമെന്ന് മാത്രം പ്രാർത്ഥിക്കുകയില്ല. അത് ദൈവഹിതമെങ്കിൽ അത് മാറ്റിക്കളയുകയും ചെയ്യും. ബട്ട് അത് അനുവദിക്കുമെങ്കിൽ ഞാൻ കർത്താവെ അതും ഞാൻ സഹിക്കാൻ തയ്യാറാ എന്ന് പറയാനുള്ളൊരു വിശ്വാസമാണ് നമുക്ക് കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ഈ പ്രതിസന്ധികളൊന്നും അകറ്റിക്കളയാൻ കർത്താവിനെ കൊണ്ട് മാറ്റാൻ സാധിക്കാത്തതുകൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. ബട്ട് അത് മുഖാന്തരം കൂടെ നമ്മളൊന്ന് ബലം പ്രാപിക്കാൻ കർത്താവിനെ എന്തുമാത്രം ആശ്രയിക്കുന്നുണ്ടെന്നും കൂടെ ഒരു ടെസ്റ്റിന്റെ സമയം പ്രിയപ്പെട്ടത്. ഇസ്രായേൽ ജനങ്ങളുടെ വിടുതലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ആ കനാൻ ദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവ് അവരെ നേരിട്ട് കനാൻ ദേശത്ത് കൊണ്ടുപോകായിരുന്നു. 10-20 ദിവസത്തിൽ അവർ എത്താമായിരുന്നു കനാൻ ദേശം. ബട്ട് അവരെ ഇച്ചിരി ഒരു വളഞ്ഞ വഴിയിലേക്ക് കൊണ്ടുപോയി. എന്താ കാരണം? അവരെ ഒന്ന് ശോധന ചെയ്യാൻ. അവരെന്തുമാത്രം കർത്താവിനെ വിശ്വസിച്ചിട്ടുണ്ട്. ഈ നന്മ മാത്രം കണ്ടിട്ടാണോ, ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ട് മാത്രമാണോ ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് കർത്താവ് അവരെ ഒന്ന് ബലപ്പെടുത്താനോ ഉറപ്പിക്കാനോ കർത്താവ് അത് ചെയ്തത്. ബട്ട് അവരെന്ത് പറ്റി? അവർ ആ ടെസ്റ്റിൽ ഫെയിലായി പോയി. പ്രിയപ്പെട്ട സ്മരണ സഭയെ സംബന്ധിച്ച് പറയുന്നത്, ആ ദൈവം ഉപദ്രവത്തിൽ കൂടെ അവരെ കടന്നു വിട്ടപ്പോൾ വളരെ ധൈര്യമായിട്ടും ശക്തമായിട്ട് സഭ ആ സമയങ്ങളിൽ നിന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് പല സമയത്ത് ദൈവവിശ്വാസികൾ തന്നെ പറയുന്നത്, ഒരു സമയത്ത് ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ സഭയിൽ വന്നാൽ, സഭയിനകത്തല്ല വെളിയിൽ നിന്ന് വന്നാൽ മാത്രമേ നമ്മൾ കുറെ കൂടെ ധൈര്യമായിട്ട് നിൽക്കുകയുള്ളൂ, ശക്തമായിട്ട് നിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ചിത്രം നമുക്ക് കാണാത്ത. ഇവിടെ പറയുന്നത് ഇവരെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അവരെക്കുറിച്ച് ഒരു തെറ്റായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അവർ മാനസാന്തരപ്പെടുന്ന ഒരു കാര്യം പറയുന്നില്ല. നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ 10 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം മാറും പറയുക. 10 ചക്രവർത്തിമാർ ആ കാലഘട്ടത്തിൽ 101 AD തൊട്ട് 312 AD വരെ 10 ചക്രവർത്തിമാരവിടെ ചക്രവർത്തന്മാരവിടെ രാജാക്കന്മാർ അവിടെ ഭരിച്ചു. ആ സമയത്ത് വന്ന പ്രതിസന്ധികൾ അതോടെ തീർന്ന് പിന്നെ ശരിയാകുമെന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആ സ്മരണ സഭയെക്കുറിച്ച് വളരെ ആശ്വാസമായിട്ടും കർത്താവ് അതിനെ അവരൊക്കെ പറയുന്നു. മൂന്നാമത്തെ നമ്മൾ കണ്ടത് പെർഗമോസ് സഭ. പെർഗമോസ് സഭയിൽ ഈ ഇത്രയും ഉപദ്രവങ്ങൾ കൂടെ കടന്നുപോയ സഭാകാലം കഴിഞ്ഞിട്ട് അത് കുറച്ച് അവിടെയും പ്രശ്നങ്ങൾ വെച്ച് തുടങ്ങിയ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവരും ജീവിച്ചത് സാത്താന്റെ കൊട്ടാരത്തിന്റെ സാത്താന്റെ ത്രോണിലാന്ന് പറയുന്നത്. ത്രോൺ എന്ന് പറയുമ്പോൾ സിംഹാസനത്തിലാണ് നിങ്ങൾ അവിടെ ജീവിക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും ഉപദ്രവങ്ങൾ ഉള്ളതായിട്ട് കണ്ടു. ആന്റിപ്പോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ അവര് കൊല ചെയ്യുകയും ആ കർത്താവിന് വേണ്ടി ആ വ്യക്തി അവിടെ നിൽക്കുകയും എല്ലാം ചെയ്തു. ബട്ട് അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഈ സഭയുടെ അവർക്ക് ഒരു ചിത്രം മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞിരിക്കുന്നത്, അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ബാലാം എന്ന് പറഞ്ഞ ആ പഴയ നിയമത്തിൽ പറഞ്ഞ ബാലാമിന്റെ ഉപദേശവും നിക്കോളത്തേർ എന്ന് പറഞ്ഞ ഉപദേശങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തു? അവരനുസരിക്കാൻ ചിലർ തുടങ്ങി. എന്താ ബാലാമിന്റെ ഉപദേശം? ദൈവജനങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് ദൈവം നിർദ്ദേശിക്കാത്ത വിഭാഗങ്ങളിലേക്ക് അന്യജാതിക്കാരെ വിവാഹം ചെയ്യുകയും ദൈവം ഇഷ്ടപ്പെടാത്ത വിഗ്രഹങ്ങൾക്ക് അവർക്ക് അതിനെ കൊടുത്ത കാര്യങ്ങൾ കഴിക്കുകയും എന്ന് ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇല്ലാത്ത ചില ആചാരങ്ങളും പ്രാക്ടീസസും അവർ കൊണ്ടുവരാൻ തുടങ്ങി. അവിടെ എഴുതി അവിടെ പറയുന്നത് ആ 12-ാം വാക്യത്തിൽ പറയുന്നത് അവിടെ one was a two-edged sword. അവിടെ പറയുന്നത് സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവാഴി തലയായി ഉള്ളവൻ അരുളി ചെയ്ത് മൂർച്ചയുള്ള ഇരുവാഴി തല മാളായിരിക്കുന്ന ആരെക്കുറിച്ച്? ദൈവവചനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആ ദൈവവചനം ഇവരെ വചനം നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് മൂർച്ചയുള്ള ഇരുവായി തലയുള്ള കർത്താവ് നിങ്ങളോട് സംസാരിക്കും. അതിന്റെ അർത്ഥം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം തന്നിരിക്കുന്ന വചനം അത്ര കൃത്യവും
അത്ര അതിനകത്ത് ഒരു വ്യത്യാസമില്ലാത്ത നിലനിൽക്കുന്ന വചനമാണ്. ഈ വചനം പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനകത്ത് ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമുക്ക് അനുവാദമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് one who has a sharp two-edged sword says this, I know it. അപ്പൊ ഈ കർത്താവിന്റെ വചനത്തിൽ പറയുന്ന അടിസ്ഥാനത്തിൽ അതിന്ന് വിലകി മാറി ഇവർ ജീവിക്കാൻ ഈ സഭാ കാലഘട്ടത്തിലെ ജനങ്ങൾ തിരിയാൻ തുടങ്ങി. പല ഇല്ലാത്ത ആശയങ്ങൾ ഉള്ളിൽ കൊണ്ട് നിക്കൊള്ളത്തർ എന്ന് പറഞ്ഞ ആശയം എന്ന് പറയുന്നത് ആ അധികാരം, സഭയ്ക്കുള്ള അധികാരം ഓരോരുത്തർ ഏറ്റെടുത്ത് സഭ അധികാരം ലഭിക്കാനുള്ള സ്ഥാനം അവിടെ സഭാ നേതാക്കന്മാർ അധികാരികളായി തീർന്ന ഒരു കാലഘട്ടമായി മാറിത്തീർന്നു. സാധാരണ ഒരുപോലെ ഒന്നും ഇല്ലാത്ത നിലയിൽ അതിനകത്ത് ഉദാഹരണം പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കോൺസ്റ്റന്റൈൻ പറഞ്ഞ അത് 313 AD തൊട്ട് 590 AD ആ സമയങ്ങളിൽ കോൺസ്റ്റന്റൈൻ പറഞ്ഞ ഒരു ചക്രവർത്തി ആ കാലഘട്ടത്തിൽ അയാൾ ഒരു ക്രിസ്ത്യാനിയായി മാറിത്തീർന്നു. അയാൾ ഒരു ക്രിസ്ത്യാനിയായി തീർന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാളുടെ മതം ക്രിസ്ത്യ മതമാക്കി തീർത്തപ്പോൾ ഇതുവരെ ഉപദ്രവങ്ങളിൽ കടന്നുപോയ സഭ എന്തുവായി? അധികാരങ്ങൾ ലഭിക്കാൻ തുടങ്ങി. അവരുടെ സഭാ നേതാക്കന്മാർക്ക് അവർക്ക് സ്ഥാനം കൊടുക്കാൻ തുടങ്ങി. അവർക്ക് അവരുടെ ആ സ്ഥാനം ലഭിച്ചപ്പോൾ പിന്നെ മനസ്സിലായല്ലോ, മനുഷ്യൻ സ്ഥാനം ലഭിക്കുമ്പോൾ പിന്നെ അവന്റെ ആത്മീയത്വം ഇല്ലാതെ വരുമ്പോൾ അവന്റെ ജഡം പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ വന്ന കാലഘട്ടം നിക്കോലറ്റസിന്റെ ഉപദേശം എന്ന് പറയുന്നതിൽ അവർ ജനങ്ങൾ സഭയിൽ അധികാരം എടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന ഒരു പ്രമാണം കൂടെ ഈ സഭ പെതുക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ ആ സഭ ഉപദ്രവത്വത്തിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന സ്നേഹം കഴിഞ്ഞിട്ട് അവരെന്തു ചെയ്തു? കർത്താവിനെ അവർ ദൂഷിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതങ്ങൾ നേരെ തിരിഞ്ഞു. അപ്പോൾ പിശാചിന്റെ ഒരു തന്ത്രം അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, ആദ്യം ഉപദ്രവം കൂടെ വിട്ട് ആരെങ്കിലും ക്ഷീണിച്ചു പോകുന്നെങ്കിൽ രക്ഷപ്പെടുന്നു. പിശാച് തന്ത്രങ്ങൾ ഇറക്കിയാൽ അത് വില പോകാതെ പോയപ്പോൾ പിശാച് വേറെ തന്ത്രം ഏർപ്പെടുത്തി. എന്തുവാ? മനുഷ്യർക്ക് ഇവർക്കെല്ലാം കുറച്ച് സാവകാശം കൊടുത്തു. സഭ പ്രതിസന്ധികൾ പോയ സഭയെ അവർ അധികാരം കൊടുത്ത് സ്ഥാനം കൊടുത്ത് സഭയിലെ രാജ്യത്തിലെ റെക്കഗ്നേഷൻ കൊടുത്ത്. ആലോചിച്ച് നോക്കട്ടെ, ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ നമ്മുടെ എല്ലാ ക്രിസ്തീയ സഭകളെയും വളരെ രാജ്യത്തിലുള്ള എല്ലാവരെയും പൊക്കിയെടുത്ത് അവരെല്ലാവർക്കും സ്ഥാനം കൊടുത്ത് എല്ലാം വെച്ചാൽ പിന്നെ നമ്മുടെ സഭയിലെ നേതൃത്വന്മാർക്കെല്ലാം ഭരണം അധികാരം എല്ലാം കൊടുത്ത് നമ്മൾ എങ്ങനെ മാറിത്തീരും? അങ്ങനെ ഒരു പ്രകൃതി ആ കാലഘട്ടത്തിൽ കൊടുത്തപ്പോൾ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വന്നപ്പോൾ അങ്ങനെ അവിടെ ആ സമയത്ത് പോപ്പും കൂടെ പറയാൻ തുടങ്ങി. സഭയുടെ നേതൃത്വം എന്ന് പറഞ്ഞ് കാത്തലിക് ചർച്ച് തുടങ്ങിയത്. അങ്ങനെ പോപ്പിന് നേതൃത്വം കൊടുത്തപ്പോൾ പോപ്പിന് അധികാരമായി രാജ്യമായിട്ടുള്ള ബന്ധങ്ങൾ ആ രാജാവായിട്ടും ഭരണത്തിലും അവർക്കുള്ള അധികാരം വന്നപ്പോൾ ആ സഭ നേരെ തിരിഞ്ഞ് അവരുടെ സ്വഭാവങ്ങൾ മാറിയിട്ട്. സോ ഈ സഭയെക്കുറിച്ച് പറയുന്നത് കോംപ്രമൈസിങ് ചർച്ച്. ആ കാലഘട്ടത്തിലെ സഭ ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹത്തിൽ നിന്നും ത്യാഗത്തിൽ നിന്നും അത് പെതുക്കെ മലിനപ്പെട്ടു പോയി ആ കോംപ്രമൈസായി മാറി തീർന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ സഭ അപ്പോസ്തലിക ചർച്ച് ആയെങ്കിലും രണ്ടാമത്തെ സഭ പെർസിക്യൂട്ടഡ് ചർച്ച്, ഉപദ്രവങ്ങൾ കൂടെ പോയ സഭയായി തീർന്നെങ്കിലും മൂന്നാമത് വന്നത് കോംപ്രമൈസസ് ആയിട്ട് മാറി തീർന്നതായിട്ട്. നാലാമത് സഭ തയേട്ര സഭയെ കുറിച്ച് അവിടെ പറയുന്നത്, അവിടെ ഈ കോംപ്രമൈസസ് ഫുള്ള കറപ്റ്റഡ്, അത് വളർന്ന് പൂർണ്ണമായിട്ട് അത് മലിനപ്പെട്ട ഒരു സ്ഥിതി വിശേഷമായി തയേട്ര സഭയ്ക്ക് അവിടെ സംഭവിച്ചത്. അവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവ് അവരെ വാൺ ചെയ്യുന്നത്. വീണ്ടും അവിടെ കർത്താവ് അവിടെ സന്ദേശം കൊടുക്കും. 18-ാം വാക്യത്തിൽ പറയുന്നത് എങ്ങനത്തെ കണ്ണുകളുള്ള കർത്താവായിട്ട്, ദ സൺ ഓഫ് ഗോഡ് വാസ് ഐസ് ലൈക്ക് എ ഫ്ലെയിം ഓഫ് ഫയർ, അഥവാ അഗ്നിജ്വാലയൊക്കെ ഒത്ത കണ്ണു കണ്ണുകൾ എങ്ങനത്തെയാ? അഗ്നിജ്വാല. ആദ്യം നമ്മൾ കർത്താവ് സന്ദേശം കൊടുത്ത് എങ്ങനെ പറഞ്ഞത്? ഇരുവാൾ തലയുള്ള വാളിനെ പോലെ. അപ്പൊ എന്നാൽ വചനത്തിന്റെ ആ വചനം തന്ന കർത്താവ് നിങ്ങളെ വചന മുഖാന്തരം നിങ്ങളെ ന്യായീകരിക്കാൻ പോകുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ പറയുന്നത് അഗ്നിജ്വാല ഉള്ള കണ്ണുകൊണ്ട് ഉള്ള കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത്. അവിടെ പിന്നെ പറയുന്നത് വെള്ളോട് സദൃശമായ കാലമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അഗ്നിജാല ഉള്ള കണ്ണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ചെയ്യുന്നതൊക്കെയും ഞാൻ കാണുന്നുണ്ട്.
നമ്മൾ വിചാരിക്കുന്ന കർത്താവ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതൊന്നും കർത്താവ് കാണുന്നില്ല. എല്ലാം സ്നേഹവാനായ ദൈവമെങ്കിലും കൂടെ നമ്മളുടെ ഒക്കെ വളരെ സീരിയസ് ആയിട്ട് കർത്താവ് നമ്മളെ വീക്ഷിക്കുന്ന കർത്താവ്. ഒരു കോംപ്രമൈസ് ഇല്ലാത്ത കർത്താവ്. അഗ്നിജാലൻ പറഞ്ഞ ഒരാള് നമ്മൾ ഒരാളെ വ്യക്തിയെ കാണുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകത്തില്ലേ, ഇത് നമുക്ക് പ്രശ്നമുണ്ടെന്ന് അറിയാം. ഇതുപോലെ കർത്താവിൻ്റെ കണ്ണുകൾ അഗ്നിജാലൻ പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കർത്താവാണ്. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. കർത്താവ് പറഞ്ഞ പ്രമാണങ്ങൾ അനുസരിക്കാത്ത എത്ര പ്രിയമുള്ള ദൈവമക്കളായാലും എന്തുകൊണ്ട് ശിക്ഷയുണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്. കർത്താവ് അവരെ ഡിസിപ്ലിൻ, ശിക്ഷയിന് പകരം എന്തോ പറയുന്നത്, ബാലശിക്ഷ ഉണ്ട്. ഡിസിപ്ലിൻ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനങ്ങളെ എത്രയോ കർത്താവ് സ്നേഹിച്ചതാ. പ്രവാചകന്മാരെ വീണ്ടും വീണ്ടും വിട്ട്, ബട്ട് അവരുടെ വഴികൾ ദൈവത്തിൽ നിന്ന് വിട്ടു പോകുമ്പോൾ എത്ര സ്നേഹിക്കുന്ന വ്യക്തിയല്ല ശിക്ഷിക്കുള്ളൂ, നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുള്ളൂ. നമ്മുടെ മക്കളെ നമ്മളെ അവരെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്, അവർ നന്നായി വരാണ് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ അങ്ങനെ ശ്രദ്ധിക്കുന്ന കർത്താവ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവം പറയുന്ന രീതികളല്ലാതെ നമ്മൾ എന്തെങ്കിലും സ്വന്തം ബുദ്ധിയിൽ, ഇവിടെ എന്ത് ചെയ്തു, ഇസബേൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഒരു രാജ്ഞി പണ്ടുണ്ടായിരുന്നു. അവരുടെ പ്രമാണം അതുപോലെ പ്രമാണം സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ഇതേ തന്നെ കർത്താവില്ലാത്ത അന്യജാതികൾ വന്ന് ആ വഴിപാടുകളും ആ വിഗ്രഹ ആരാധനകളും ആ വേണ്ടാത്ത മാനുഷികമായിട്ട് ഉണ്ടാക്കിയ ചില ആശയങ്ങളെല്ലാം സഭകളിൽ കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ നിന്ന് മനസ്സാന്തരപ്പെടണം. അവർക്കും ഉണ്ടായിരുന്നു പ്രവൃത്തി, ഉണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു ഈ സഭകാലത്തിലും ഈ ജനങ്ങൾക്കും. കർത്താവ് പറഞ്ഞ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവിടെ പറഞ്ഞ നിങ്ങൾ എന്താ ചെയ്യും, കർത്താവ് ഉപദ്രവങ്ങൾ കൂടെ വിടുന്നവർ, നിങ്ങൾക്ക് ശിക്ഷ ഉണ്ട് എന്ന് വാൺ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഇടയിൽ ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ജനക്കൂട്ടം. ആ ജനക്കൂട്ടമാ പിന്നെ നമ്മൾ കാണുന്നത്. നമുക്ക് കർത്താവിനെ ശരിക്കും ആ ചെറിയ ജനക്കൂട്ടം എന്ത് ചെയ്തു, അവർക്ക് നമ്മുടെ മാർട്ടിൻ ലൂതറും ജോൺ കാൽവിനും ആ സമയങ്ങളിൽ സഭാ ജീവിതങ്ങളിൽ ഒരു വലിയ ഒരു റിവൈവൽ അല്ല, ഒരു റിഫോർമേഷൻ സംഭവിച്ചു. ആദ്യം മലയാളത്തിൽ പറഞ്ഞാൽ റിഫോർമേഷൻ, നവോത്ഥാനം സംഭവിച്ച സമയങ്ങളാണ്. ആ കൂട്ടം, ഒരു ചെറിയ കൂട്ടം, ആ കത്തോലിക്ക സഭകളെല്ലാം പോയിരുന്ന വഴിയിൽ നിന്ന് ഇത് തെറ്റാ, നിങ്ങൾ പ്രമാണം അനുസരിച്ചല്ല, ദൈവപ്രമാണം അനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നത്, ഇതിനകത്ത് വളരെ വ്യത്യാസം കൊണ്ടെന്ന് പറഞ്ഞാൽ 1517 ആ കാലഘട്ടത്തിലെല്ലാം അവർ ശരിക്കും എഴുതി തന്ന ഒരു കാലഘട്ടമായി. അതിനു മുമ്പ് ഈ റിഫോർമേഷൻ തുടങ്ങി. ആ ഒരു റിഫോർമേഷൻ തുടങ്ങി ആ ചെറിയ കൂട്ടം ജനങ്ങൾ മുഖാന്തരം അവിടെ തുടങ്ങി. ആ തയട്രയുടെ സഭയെ കഴിഞ്ഞിട്ട് കർത്താവ് അവിടെ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല, അവസാനത്തോളം നമുക്ക് അവർക്ക് നിൽക്കാനുള്ള അവരുടെ ആ സഭാ ജീവിതത്തിന് ആ കാലഘട്ടത്തിലെ അവരുടെ സ്വഭാവം കാണുന്നു പറയുന്ന 22-ാം വാക്യത്തിലുണ്ട്, ഞാൻ നിന്നെ ശിക്ഷിക്കും, മഹാ ഉപദ്രവത്തിൽ കൂടെ നീ കടത്തിവിടുമെന്ന് പറയുന്ന ആ മഹാ ഉപദ്രവം എന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം ഒരു രീതിയിൽ ഈ സഭാ സ്വഭാവങ്ങളുള്ളവർ അവസാനത്തോളം കർത്താവിന്റെ രണ്ടാം വരെ മഹാ ഉപദ്രവത്തിന്റെ സമയം വരെ അവരും കാണും, ഈ സ്വഭാവങ്ങൾ കാണുന്ന ഒരു സൂചനയാണ് അവിടെ കാണും. ഈ 4 സഭകളും ഇത് ആ രീതിയിൽ അവസാനത്തോളം ഈ സ്വഭാവങ്ങൾ അവിടെ കാണുന്നത്. അത് തയട്ര കഴിഞ്ഞിട്ട് സർദസ് എന്ന് പറഞ്ഞ സഭയെക്കുറിച്ച് അവിടെ എന്തോ പറയുന്നത്, അത് 1517 കാലഘട്ടത്തിൽ 1700 കാലഘട്ടത്തിൽ ആ സഭയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ നവോത്ഥാനം കഴിഞ്ഞിട്ട് വന്ന ഒരു സഭയാണ്. അതെന്ന് പറഞ്ഞാൽ പല തെറ്റായ ആശയങ്ങളുടെ ഇടയിൽ പുതിയ നല്ല ആശയങ്ങൾ, കർത്താവിൻ്റെ പ്രവൃത്തി മുഖാന്തരമല്ല നമ്മൾക്ക് രക്ഷ എന്ന് ആ ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് കൃപയാല നമുക്ക് രക്ഷ എന്നുള്ള ആ പ്രമാണം എല്ലാം മാർട്ടിൻ ലൂതറിന്റെ ആ സമയത്ത് അവർ പ്രസംഗിച്ച് പല പ്രൊട്ടസ്റ്റന്റ്സ് എന്ന് പറഞ്ഞ വലിയ കൂട്ടർ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് മാറുകയും അങ്ങനെ വന്ന കൂട്ടർ പല നല്ല ആശയങ്ങൾ പുതിയതായിട്ട് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിലും കൂടെ അവരുടെ എഴുത്തുകളും അവരുടെ ലിറ്റർജിയും എല്ലാം നല്ല ആശയങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ ഈ സഭ എന്ത് പറ്റി, കുറച്ച് നാളാകുമ്പോൾ അതും കൂടെ ഒരു ആചാരമായിട്ടും ഒരു ചടങ്ങായിട്ടും ജനങ്ങൾ ആചരിക്കാൻ തുടങ്ങി. അതാ സർദസ് സഭയുടെ കാലഘട്ടം. ഒരു നവോത്ഥാനം കഴിഞ്ഞിട്ട് സഭ വീണ്ടും
ജഡികമായിട്ടായിത്തീരുന്ന ഒരു കാലഘട്ടം ആ സർദസിന്റെ സഭ. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കിടക്കുന്ന സഭയാണ്, നിങ്ങൾ ജീവനുണ്ടെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ബട്ട് നിങ്ങൾ എന്തുവാ? മരിച്ചവരാ. നമ്മൾ ഇത് വേണം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ, എല്ലാവർക്കും ജീവനുണ്ട്, സഭയുടെ സഭാ ആചാരങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്, ഔട്ട്റീച്ച് ഉണ്ട്, മിഷനറി പ്രവർത്തനങ്ങളുണ്ട്. ബട്ട് അവിടെ പറയുന്നത്, നിങ്ങൾ എന്താ പറയുന്നത്, എല്ലാ കാര്യങ്ങളും പലതും എല്ലാം ഒരു ജഡികമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ട്, ഒരു ആചാരമായിട്ട് ചെയ്തു പോകുന്ന പ്രവർത്തനമായിട്ട് അവിടെ തീരുന്നുണ്ട്. അവിടെ കാണുന്നുണ്ടോ, നിങ്ങൾ മരിച്ച നിലയിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയും നിങ്ങൾ ഒരു ചടങ്ങായിട്ട് ചെയ്തു പോവുക ചെയ്തത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മരിക്കാൻ കിടക്കുക, ഒന്നും നിങ്ങളുടെ പ്രവൃത്തികളെ അത് പൂർണ്ണമായില്ല, നിങ്ങളത് എഴുന്നേറ്റ് നിങ്ങൾ ആ മരിക്കാൻ കിടക്കുന്ന നിലവാരത്തിൽ നിന്ന് നിങ്ങളൊന്ന് എഴുന്നേക്കണമെന്ന കർത്താവ് ഈ സഭയിലൂടെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും. ഇതിപ്പോൾ നമ്മൾ എല്ലാവരും പല സഭകളിൽ പോകുന്നുണ്ട്, എല്ലാ സഭകളും വലിയ സഭകളുണ്ട്, എല്ലാം കൃത്യമായിട്ട് വെളുപ്പങ്കാലത്ത് അവർ ആരാധിക്കാൻ പോകുന്നുണ്ട്, എല്ലാ ദിവസവും ആരാധിക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെ പലതും ഞായറാഴ്ചകൾ എല്ലാ ആൾക്കാരും ഒരുമിച്ച് വരുന്നുണ്ട്, ആ ചടങ്ങേറിയ ആ കാര്യങ്ങളെല്ലാം ഒക്കെയും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് കർത്താവ് അവരെ കുറിച്ച് പറയുന്നത് എന്തുവാ? നീ മരിച്ചു പോയിട്ടുണ്ട്, നീ ജീവനുണ്ടെന്ന് നീ ചിന്തിക്കുക, ബട്ട് നീ മരിച്ചവരാ. അപ്പൊ നിങ്ങൾക്ക് ഇരിക്കുന്ന ചെറിയ ജീവനുണ്ടല്ലോ, അതിനെ നിങ്ങളൊന്ന് തട്ടി ഉണർത്തി ജീവിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കളയുമെന്ന് കർത്താവോടെ നിന്നെ ഇല്ലാതെ ആയിത്തീരുമെന്ന് പറയുക ചെയ്യുന്നത്. അതാ സർദസ് സഭയുടെ ഗുണമായിട്ട് കാണാൻ സാധിക്കുന്നത്. അവിടെ ആരാ അവിടെ പറയുന്നത്? The one who has 7 spirits of God and 7 stars. ഈ 7 ആത്മാക്കൾ എന്ന് പറയുമ്പോൾ ഈ 7 ആത്മാക്കളുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അതിന്റെ 7 ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത് സഭാ പണ്ഡിതന്മാർ പറയുന്നത്. ആ പരിശുദ്ധാത്മാവുടെ 7 ഗുണങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം. ഈ 7 നക്ഷത്രങ്ങൾ പറയുന്നത് ആ സഭകളുടെ ഉള്ള ദൂതന്മാരെന്ന അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവരാ ഈ കാര്യങ്ങൾ ഇവരെ ഓർപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് മരിച്ചു കിടക്കുന്ന നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, ഇത്ര ജീവനുള്ളത് നിങ്ങൾ തട്ടി ഉണർത്തി നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ, ഞാൻ കള്ളനെ പോലെ വരും. അത് പറയുന്നത് 3-ാം വാക്യത്തിൽ പറയും, ഞാൻ കള്ളനെ പോലെ വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ കള്ളനെ പോലെ വരും. അതും കൂടെ കാണിക്കുന്നത് എന്തോ അവസാന സമയങ്ങള് കർത്താവ് മത്തായി ഭാഗങ്ങളിലെല്ലാം എഴുതില്ലോ, ഞാൻ കള്ളനെ പോലെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമെന്ന് പറയുന്നത്. അത് അവസാന കാലഘട്ടത്തിലാണല്ലോ കർത്താവ് പറയുന്നത്. ആ ഒരു ചിത്രം ഇവിടെയും പറയുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഈ സഭയുടെ ഈ സ്വഭാവം നമുക്ക് അവസാന സമയങ്ങളിലും ഇത് കാണാൻ സാധിക്കും. ഇത് ഈ കാലഘട്ടത്തിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ സാധിക്കും. ഈ സർദസ് സഭ കഴിഞ്ഞിട്ട് ഫിലദൽഫിയ സഭയെക്കുറിച്ച് ആ കാലഘട്ടം പറഞ്ഞ 1700 AD തൊട്ട് 1900 AD വരെ എന്ന് പറയാം. അതിൻ്റെ കാലത്തിലാണ് നമ്മൾ റിവൈവൽ വന്നത്. റിവൈവൽ പറഞ്ഞാൽ ഉണർവിൻ്റെ സമയങ്ങളായിരുന്നു. ഉണർവിന്റെ സമയത്ത് അവിടെ അതിന് എഴുതിയിരിക്കുന്നത് എങ്ങനെ? 7-ാം വാക്യത്തിൽ 3:7 പറയുന്നത്, അതൊന്ന് വായിക്കാമോ? വിശുദ്ധനും സത്യവനും ദാവീദിന്റെ ആരും അടയ്ക്കാത്തവനും ആരും തുറക്കാത്തവരും അതിലടത്ത് തുറക്കുകയും ചെയ്യുന്ന കർത്താവ് എന്ന് പറയുന്ന അർത്ഥം, ദൈവം ആ സമയത്ത് ഒരു ഉണർവ് കൊണ്ടുവന്നു. ചിലപ്പോൾ നമ്മൾ ഈ സർദസ് സഭയിലെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു ചെറിയ കൂട്ടം ജനമുണ്ട്, കർത്താവിനെ ഒരു മലിനപ്പെടാത്ത ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ നിമിത്തമായിരിക്കും ഈ ഉണർവിൻ്റെ ഒരു സമയം ഈ കാലഘട്ടത്തിൽ വന്നു. എന്താ ആ സമയത്ത് ആരെല്ലാം ഉണ്ടായിരുന്നു? വലിയ മിഷണറി പ്രവർത്തനങ്ങളാണ്. നമ്മളെ ഇന്ത്യയിലും എല്ലാ കാലഘട്ടത്തിലും എത്രയോ മിഷണറീസ് വന്നു. കഴിഞ്ഞ ദിവസം ഗുണ്ടറിന്റെ കാര്യങ്ങളെല്ലാം പറയുന്ന ഗുണ്ടർ ലൈവ് ഡിക്ഷണറി വരെ ഉണ്ടാക്കി. ആ സമയത്ത് കാലഘട്ടം പല ഹഡ്സൺ ടൈലർ ചൈനയിൽ പോയി, ഇങ്ങനെ പലരും വിക്ലിഫ് ഇങ്ങനെ ഒത്തിരി മിഷണറീസ് പല ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയ കാലഘട്ടമാണ് ഈ കാലഘട്ടമായിട്ട് ഫിലദൽഫിയ സഭ കാലഘട്ടം 1700 AD തൊട്ട് 1000. പ്രിയപ്പെട്ടവരെ, ദൈവം തുറന്നു വഴി. ദൈവം അടച്ചാൽ പിന്നെ അടച്ചു തന്നെ. അപ്പൊ ദൈവം തുറന്നപ്പോൾ ഈ മിഷണറി പ്രവർത്തനം, ഈ വലിയ വിപ്ലവം അവിടെ നടന്നു. ദേശങ്ങളിലെല്ലാം ജനങ്ങൾ, ദൈവമക്കൾ പോവുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത സഭ. ആ സഭയെക്കുറിച്ച് ഒരു കുറ്റം കൂടെ പറഞ്ഞിട്ടില്ല. അവർ കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കും. അപ്പോൾ ചത്ത് കിടന്ന നിലയിൽ നിന്ന്
ആ സഭാ കാലഘട്ടത്തിൽ നിന്ന് ഒരു വലിയ വിപ്ലവമായിട്ട് അവിടെ ഉണർവിൻ്റെ സമയം ദൈവം ഈ ലോകത്തിൽ സഭാജീവിതങ്ങളിൽ തന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെയാ നമ്മളെല്ലാം ഈ കർത്താവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പല മിഷണറിമാരും നമ്മുടെ ഇന്ത്യയിലും ആഫ്രിക്ക രാജ്യങ്ങളിലും ചൈന രാജ്യങ്ങളിലും എല്ലാം കടന്നുപോയി. ആ സമയത്ത് ദൈവം വഴി തുറന്നു, ദൈവം വാതിൽ തുറന്നു. ആ ദൈവം അടച്ചാൽ അടച്ചത് തന്നെ, ദൈവം തുറന്നു തന്നെ എന്നുള്ള കാലഘട്ടത്തിൽ വന്നു. പിന്നെ നമ്മൾ കാണുന്നത് അവിടെയും നമുക്ക് അവരെ പ്രശംസിക്കുകയും നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്നുള്ള കർത്താവ് അവിടെ അവരെ പറയാൻ സാധിച്ചു. അത് അവസാനത്തോളം നിൽക്കുന്നവർക്ക് ഒരു പുതിയ പേര് തരും. അവർക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ അവർക്ക് സ്ഥാനം കൊടുക്കും എന്നെല്ലാം കർത്താവ് പുതിയ അവിടെ the name I will write your name on of my God and the name of the city of my God, the new Jerusalem which comes down out of heaven from my new name who has ears. ആ രീതിയിൽ അവരിലേക്ക് കൊടുക്കുന്ന അവർക്കുള്ള റിവാർഡും കൂടെ അവിടെ നമുക്ക് അവിടെ എഴുതി 13-ാം വാക്യം 3:13-12 കാണാൻ സാധിക്കും. പിന്നെ അവസാനമായിട്ട് ഞാൻ തീർക്കട്ടെ, അവസാനമായിട്ട് 3:14 തൊട്ട് താഴോട്ട് വരുമ്പോൾ ലവോദിക്യ എന്ന് പറഞ്ഞ ഒരു സഭയെ കുറിച്ചാണ് പറയുന്നത്. അതും ഈ കാലഘട്ടത്തിൽ വളരെ ഉള്ള സഭയായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ കർത്താവ് അവരെ കുറിച്ച് പറയുന്നത്, ഞാൻ നിന്നെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, നീ ചൂടുമല്ല തണുപ്പുമല്ല. നീ എന്തുവാ പിന്നെന്ത് പറയുന്നത്? നീ ശീതവാനോ ഉഷ്ണവാനോ അല്ല, ആയിരിക്കുന്നു. ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനുമല്ല, പിന്നെ എന്തുവായിരിക്കുന്നു? ശീതോഷ്ണവാനായി എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ ഇടയ്ക്ക്. കർത്താവ് പറയും നീ ഒന്ന് ഉഷ്ണവാനായിരിക്കണം അല്ലെങ്കിൽ ശീതവാനായിരിക്കണം. ഈ ശീതവാനെന്ന് പറഞ്ഞാൽ കർത്താവിനെ ഒട്ടും അറിയാത്ത ഒരു ജനക്കൂട്ടമായ ശീതവാനായിട്ടിരിക്കാൻ പറ്റും ഇല്ലേ? തണുത്ത, അവർക്ക് ദൈവത്തെ അറിയാത്തവർക്ക് അവർക്ക് തണുത്തേ ഇരിക്കുള്ളൂ. അപ്പൊ ദൈവത്തെ അറിഞ്ഞവര് ദൈവത്തെ അറിയാത്തവരെ പോലെ ജീവിക്കാൻ പാടില്ല. നിങ്ങളെന്തുവാ രണ്ടും ചേർത്ത് ദൈവത്തെ അറിയാത്തവർ അങ്ങനെ ജീവിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തെ അറിഞ്ഞവർ എങ്ങനെയായിരിക്കണം? ഉഷ്ണവാനന്മാരായിട്ടിരിക്കണം. അങ്ങനെ ഒരു കാഴ്ച കർത്താവ് ഈ സഭ ഈ കാലഘട്ടത്തിൽ 1900 AD തൊട്ട് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സ്വഭാവത്തിന്റെ വിശേഷതയെ അവിടെ കാണുന്നത്. നമ്മൾ ഏത് നിലയിലാണ് നമ്മളായിരിക്കുന്നത്? നമ്മൾ ഉഷ്ണവാനന്മാരായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ലോകം നമ്മളിൽ കയറി നമുക്ക് ഒന്നുമില്ലാത്ത ഒരുമാതിരി ആദ്യം കണ്ടതുപോലെ ചത്ത രീതിയിൽ നമുക്ക് ജീവൻ, ഇവിടെ പറയുന്നത് നീ വിചാരിക്കുന്നത് നിനക്ക് ജീവൻ ഉണ്ടെന്ന്. അവിടെ ഐ നോ ദ ഡീപ്സ് യുവർ വിഷൻ അവിടെ പറയുന്നത് 15-ാം വാക്യം ഒന്ന് വായിക്കാൻ പറ്റും. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. അവിടെ അത് കഴിഞ്ഞ 17-ാം വാക്യത്തിൽ പറയുന്നു. 17-ാം കൂടെ വാക്യം, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കുകയാണ്. കണ്ടില്ലേ? ഞാൻ ധനവാനാ, എനിക്ക് ആത്മീയമായിട്ട് എല്ലാം അറിയാം, എനിക്കിന്നും ഒന്നും പഠിക്കാനില്ല, എനിക്കൊന്നും ഇനി കൂടുതലായിട്ട് നിങ്ങളൊന്നും പറഞ്ഞു തരണ്ട. അതില്ലേ പല സഭകളിലും നമ്മൾ പറയുന്നത്, എനിക്കെല്ലാം അറിയാം, നിങ്ങളൊന്നും പറഞ്ഞു തരണ്ട, എനിക്കെല്ലാം അറിയാം എന്ന് നമ്മള് ഒന്നുമില്ലാത്തവര് പറയുക. എനിക്ക് നല്ലതായിട്ട് കാണാമെന്ന് കുരുടരായിട്ട് നമ്മൾ പറയാ കാണാമെന്ന്. കർത്താവ് പറയുന്നത് നീ അങ്ങനത്തെ ഒരു നിലയിലാണ് നിൽക്കുന്നത്. നീ നഗ്നനായിട്ട് നീ നഗ്നാന്ന് നിനക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത്. നമ്മളെ എല്ലാം അറിയാം, ഞാൻ തികഞ്ഞവനാ, എൻ്റെ സഭാ ഉപദേശങ്ങളെല്ലാം പക്കായ അന്നെല്ലാം പറഞ്ഞ് ജീവിക്കുന്ന ഒരു സഭാകാലത്തിലാണ് നമുക്കും ഇപ്പോൾ ജീവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവരോട് എന്താ 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്? ഒന്ന് വായിക്കാൻ പറയുന്നത്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കിഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. കണ്ടില്ലേ? നീ ഇത് തന്നെല്ലാം നിനക്ക് നീ ധനവാനായി തീരാൻ എല്ലാവരിലും നല്ല വസ്ത്രമിട്ട്, വെള്ള വസ്ത്രമിട്ട്, നിന കണ്ണിന് കാണാനുള്ള മരുന്നും കൂടെ കിട്ടാത്ത രീതിയിൽ നീ എന്താ ചെയ്യണം? എൻ്റെ അടുത്ത് വാ, ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഒരിക്കലും ഞാൻ എല്ലാം തികഞ്ഞു
എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ, ഒരു ചിന്തയിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല. കർത്താവെ, എനിക്ക് എവിടെയെല്ലാം കുറവുണ്ടോ അതൊന്ന് നീ കാണിച്ചു തരണമേ എന്ന് നമ്മളെ തന്നെ പരിശോധിച്ച് ജീവിക്കേണ്ട കാലഘട്ടമാണ് പ്രിയപ്പെട്ടത്. കർത്താവ് ഇതെല്ലാം എഴുതി തന്നിരിക്കുന്നത് എന്തിനാ? നമ്മൾ തെറ്റിപ്പോകരുത്. ഈ രീതിയിൽ മുന്നോട്ട് നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുന്നത് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളാണ് ഇവിടെ പറയുന്നത്. കർത്താവ് അങ്ങനെ ചെയ്യുന്നവനെ, അങ്ങനെ ഏതെല്ലാം എങ്ങനെ ഇരുന്ന ആളിനെ ഞാൻ തരാൻ നിന്നെ ധന്യനാക്കി തീർക്കാന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് എന്തെല്ലാം കുറവുണ്ടോ അതൊക്കെ ഞാൻ നിവർത്തിച്ച് തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കർത്താവ് പിന്നെ പറയുന്നത്, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ അവരെ ഡിസിപ്ലിൻ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ തെറ്റില്ലേ തന്നെ പോയിക്കൊണ്ടിരുന്ന് ആയെങ്കിൽ നമുക്ക് ശിക്ഷാവധി ലഭിക്കും. പ്രിയപ്പെട്ടവരെ, തെറ്റെന്നുള്ള രീതിയിൽ നിന്ന് മാറിക്കിട്ട് കർത്താവിനെ അനുഗമിക്കാം. കർത്താവ് പറഞ്ഞ ഈ നിർദ്ദേശങ്ങൾ, ഈ 7 സഭകളിലുള്ള നിർദ്ദേശങ്ങൾ ഞാൻ ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മളൊന്ന് വായിച്ച് ധ്യാനിച്ച് കർത്താവ് നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്ന ഈ കാര്യങ്ങളാണ്, അത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകർന്നെടുക്കാം. ഒന്നും വിട്ടു പോകരുത്. 2 ഇരുവാൾ വാളുള്ള ആ വാള് കൊണ്ട് ന്യായവിധിക്കാൻ പോകുന്നത് അഗ്നിജാലകളുള്ള കണ്ണുകളെ കൊണ്ട് കാണുന്ന കർത്താവിന് ഒരു കോംപ്രമൈസ് ഇല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാ മുഖാന്തരം എല്ലാ ഉപദേശങ്ങളും കർത്താവ് മുൻകൂട്ടി തന്നെ ഇതെല്ലാം തന്നിട്ടുണ്ട്. നമ്മളിത് വായിക്കാതെയും ധ്യാനിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റാതെ പോയാൽ, അനുസരിക്കാതെ പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നഷ്ടപ്പെട്ട നിലയിലായിത്തീരുമെന്നുള്ള കാര്യം, അതിനുള്ള പ്രതിഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് വരാതിരിക്കാൻ ദൈവം ഇതെല്ലാം ചെവിയുള്ളവൻ കേൾക്കട്ടെ, പരിശുദ്ധാത്മാവ് നമുക്ക് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ കാര്യങ്ങൾ പറഞ്ഞത്, കർത്താവ് തന്നിരിക്കുന്ന വചനത്തിൽ ചെവിയുള്ളവർ കേൾക്കട്ടെ, ആത്മാവ് പറയുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ച് വളരെ ഭയഭക്തിയോടെ ദൈവത്തിന്റെ വചനത്തിൽ ഒരു കോംപ്രമൈസും പറ്റത്തില്ല. പ്രിയപ്പെട്ടവർ, കോംപ്രമൈസ് ചെയ്തവരെല്ലാം നഷ്ടപ്പെട്ട നിലയിലായി തീർന്നു. അതൊക്കെ നമുക്ക് എഴുതി കാണിച്ചിരിക്കുന്നത് നമ്മളെ തന്നെ വിലയിരുത്തി ജീവിക്കാൻ വേണ്ടി കർത്താവ് തന്നിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നത്, ഈ വചനം ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഞങ്ങളെ തന്നെ വോൺ ചെയ്യാനാണല്ലോ കർത്താവെ. ഞങ്ങളെ തന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടാണല്ലോ കർത്താവ്, എത്ര ത്യാഗപൂർവമാണല്ലോ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ പുത്രൻ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഈ വലിയ രക്ഷയുടെ മാർഗം ഉണ്ടാക്കി തന്ന് കർത്താവെ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കി തന്നപ്പോഴും കഴിവുകൂടെ അതിൻ്റെ കൂടെ തന്നെ കർത്താവ് അങ്ങയുടെ വചനമായ വെളിച്ചം ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ വെളിച്ചത്തെടുത്ത് നടക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ കൊണ്ട് കർത്താവെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയും കൂടെ അങ്ങ് നടത്തുന്നുണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ ആ പരിശുദ്ധാത്മ പറയുന്നതനുസരിച്ച് വരും ദിവസങ്ങളും അങ്ങയുടെ വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ വരും ദിവസം ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. 7 സഭകളിൽ അങ്ങ് എഴുതിയ ദൂതും കൂടെ ഞങ്ങൾക്കൊരു വഴികാട്ടിയ, ഞങ്ങൾക്കൊരു എച്ചരിക്കയായിട്ട്, ഞങ്ങൾക്കൊരു കോഷനായിട്ട് അങ്ങ് തന്നിട്ടുണ്ടല്ലോ. അത് വായിച്ചും ധ്യാനിച്ചും ഞങ്ങളെ കറക്റ്റ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനക്കെട്ടിന് വേണ്ടി സ്തോത്രം, ഉത്തരം നൽകാൻ വേണ്ടി സ്തുതിക്കുന്നു. മോത്തം എടുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്നു പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും അവർ കേട്ട വചനങ്ങളിൽ വേണം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.